ഈ രാജ്യങ്ങളൊക്കെ പോയി കണ്ടു, വിദേശത്തും പോയി കണ്ടു. എന്തിയെ സ്വത്തല്ലെന്നേ വേണ്ടത്, എല്ലായിടവും കാണണം. പോകുമ്പോൾ ഇതൊന്നും നമ്മൾ കൊണ്ടുപോകണമെന്നില്ല. അപ്പോൾ എല്ലായിടവും കണ്ടും കേട്ടും നമ്മൾ ജീവിക്കണം ഇനി വരുന്ന തലമുറ. അപ്പോൾ നമുക്ക് കുറേ മനസ്സിലാക്കാൻ പറ്റും, ഓരോരുത്തർ ജീവിക്കണേ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഓരോരുത്തർ കഴിയണേ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളേലും മുന്തിയവരെ ഒന്നും നമ്മൾ നോക്കാൻ പോരുത്, നമ്മളിൽ താഴോട്ടുള്ളവരെ നമ്മളെ നോക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് എന്തായിരുന്നു. ഇപ്പം ഈ കോൺഗ്രസ്സുകാരാന്ന് പിന്നെയും കയറിയിരുന്നെങ്കിൽ ഈ സ്ഥലം മൊത്തം വക്കപ്പായി പോവില്ലായിരുന്നോ? ഇല്ലായിരുന്നോ? എന്തുകൊണ്ട് ചിന്തിച്ചില്ല ഈ കോൺഗ്രസ്സുകാർ? ഇവരെന്തുകൊണ്ട് ചിന്തിച്ചില്ല? ഇത് അനർത്ഥം ഉണ്ടാവും, ഇത് ദോഷം ചെയ്യും, ഇന്ത്യയുടെ മുക്കാ ഭാഗവും പോകും, ഇത് കൊള്ളില്ല എന്നെന്തുകൊണ്ട് ചിന്തിച്ചില്ല? മൻമോഹൻ സിംഗ് 2013 കയറിയെന്നോ പറഞ്ഞിട്ടില്ല, ഇന്ത്യയുടെ പകുതി മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള അവകാശപ്പെട്ടതാണ്. ഇന്ത്യയുടെ മുക്കാ ഭാഗവും അവകാശപ്പെട്ടത് ആരാന്നാണ് എൻ്റെ നോട്ടത്തിൽ കണ്ടേക്കണേ? പട്ടാളക്കാർക്ക്. അവരാണ് കഷ്ടപ്പെടുന്നത്. ഓരോ പട്ടാളവും കഷ്ടപ്പെടുന്നതനുസരിച്ച് കണ്ടാൽ സഹിക്കത്തില്ല. ഞാൻ പട്ടാളക്കാരുടെയും കണ്ടു, അത് ഞാൻ വെച്ച് കാണാറുമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പട്ടാളക്കാരോട് എനിക്ക് അത്രയും താല്പര്യം തോന്നുന്നത്. ഇത് ഈ ഭൂമിയുടെ, ഞാൻ അത് അന്ന് തൊട്ട് ഞാൻ പറയണ, ഈ ഭൂമിയുടെ അവകാശി പകുതി മുക്കാലിന് അവകാശി പട്ടാളക്കാർക്കേ ഉള്ളൂ എന്ന്. വേറെ ആർക്കും അല്ല ഇതിൻ്റെ അവകാശം. ഈ പറഞ്ഞ എനിക്കുമല്ല അവകാശം, പട്ടാളക്കാർക്ക് അവകാശമുണ്ട്. അവരാണ് കഷ്ടപ്പെടുന്നത്, ദുരിതത്തിൽ അവർ ജീവിക്കണത്. അവർ കിടക്കുന്ന മലയും മുട്ടിയും എവിടെയൊക്കെ മഞ്ഞിൻ്റെ അകത്തും. ശരി, നമ്മൾ സൂഹിക്കുന്ന പോലെ അവർ സൂഹിക്കുന്നുണ്ടോ? അവർക്ക് അത് കിട്ടുന്നുണ്ടോ ഇത് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരതുപോലെ കഷ്ടപ്പെട്ടാണ് പട്ടാളക്കാർ ജീവിക്കണത്, അവർ കഴിയണത്. അവരെ ബഹുമാനിക്കണം, അവർക്കിതിൻ്റെ സ്വത്തിന് അവകാശമുണ്ട്. എന്നിട്ടാണ് പട്ടാളക്കാർ വരുമ്പോൾ ഇവിടെ കിടക്കണ പോലീസും ഇവിടെ കിടക്കണ മറ്റവനും അടിക്കണത്. പോലീസിനൊരു പട്ടാളത്തിൻ്റെ ഒരു കാല് കഴുകി കുടിച്ചാൽ പറ്റിയല്ലോ, അത്രയാണ് ഒരു പട്ടാളം. ആ പട്ടാളത്തിനെ ഇവിടെ വന്നപ്പോൾ പലരും അടിച്ചേക്കണത്. ഇതൊക്കെ ഞാനും കണ്ടായിരിക്കണതേ, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അതല്ല വേണ്ടത്, നമുക്ക് സത്യം നീതിയും വേണം. ഒരു പട്ടാളക്കാരെ നമ്മൾ ആരാണേലും അതനുസരിച്ച് ബഹുമാനിക്കണം. അവരതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. ആ അതിർത്തിയിൽ പോയി കാത്ത് കിടക്കുന്നുകൊണ്ടാണ് നമ്മളിവിടെ സൂഹിക്കണതെന്ന് ഓർക്കണം. ഈ തിന്ന് സൂഹിക്കണതും ഈ നടക്കണതും. അല്ലെങ്കിൽ മറ്റ് രാജ്യക്കാർ വന്ന് കൊണ്ടുപോകും, കൊല്ലും. ഇപ്പം കണ്ടില്ലേ, ബംഗ്ലാദേശൊക്കെ കണ്ടില്ലേ? എന്തുകൊണ്ടാരും മറുപടി പറയുന്നില്ല? ഹമാസിന് വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് ചാടിയല്ലോ കുറേ പേരെ. ഈ LDFകാരും ഈ